എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോർസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഒരു സൈറോഫോയിനീഷ്യൻ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അത് മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് നമ്മളത് കണ്ടത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് കർത്താവ് ആ സ്ത്രീയോട് പറയുന്നു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ ആ അപ്പം എന്തുവാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ അപ്പം എന്ന് പറയുന്നത് സൗഖ്യം, അത് നമ്മുടെ അപ്പമാണ്, നമ്മുടെ അവകാശമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത്. പക്ഷേ ആ ഒരു കോൺവെർസേഷൻ മുൻപോട്ട് പോകുമ്പോൾ ആ സ്ത്രീയുടെ ആ ഒരു റിയാക്ഷൻ, ആ സ്ത്രീയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ഒരു എപ്പിസോഡ് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് എപ്പിസോഡ് നമ്പർ 92 അതിനകത്ത് ഈ സൈറോഫോയിനീഷ്യൻ സ്ത്രീ എങ്ങനെയുള്ളതാണെന്നും എന്തുകൊണ്ടാണ് നായ്ക്കുട്ടികൾ എന്ന വാക്ക് കർത്താവ് ഉപയോഗിച്ച എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ആ എപ്പിസോഡ് 92 ഈ കമൻസിനകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കാരണം അതിലേക്ക് ഞാൻ വളരെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷെങ്കിൽ ആ സ്ത്രീയുടെ റിയാക്ഷൻ, കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ ആ ഒരു റെസ്പോൺസ് എന്തായിരുന്നെന്നറിയോ? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ, ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ കർത്താവിനോട് ഒരു സഹായത്തിന് വന്നപ്പോഴത്തേന് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണോ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, എല്ലാവരും ഒരുപോലല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞേനെ. പക്ഷെങ്കിൽ ആ സ്ത്രീ അങ്ങനെയല്ല. ആ സ്ത്രീ അവളുടെ അവസ്ഥ അവൾ അംഗീകരിച്ചു. അവിടെ പറയുന്ന അതേ കർത്താവേ, കർത്താവേ, യെസ് ലോർഡ്, ഇറ്റ് ഈസ് ട്രൂ, അത് ശരിയാണ് കർത്താവേ, ഞാൻ നായ്ക്കുട്ടികളുടെ അതേ ഒരു പൊസിഷനിലാണ്. മക്കളുടെ അവകാശം എനിക്കില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെങ്കിൽ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മേശപ്പുറത്തുനിന്ന് താഴെ വീഴുന്ന, അവർ കഴിച്ചിട്ട് അവർ കളയുന്ന ആ ഒരു മുറികളുണ്ടല്ലോ, ആ അപ്പത്തിൻ്റെ ഞുറുക്കുകൾ, എനിക്കത് മതി. പക്ഷെ നിൻ്റെ അപ്പം, നീ തരുന്ന അപ്പത്തിൻ്റെ ഒരു ചെറിയൊരു ടുക്കട, ഒരു ചെറിയൊരു പീസ് എനിക്ക് വേണം. അവളുടെ ആ ഒരു ഉത്തരം കേട്ടപ്പോൾ കർത്താവ് അതിൻ്റെ 18-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, വുമൺ ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്, നിൻ്റെ വിശ്വാസം വലുതായിരിക്കുന്നു. സുവിശേഷങ്ങളിൽ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു വ്യക്തികളോടും കർത്താവ് നേരിട്ടിങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ സ്ത്രീ ഒഴിച്ച്. വേറെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം വലിയ വിശ്വാസമാണെന്ന് പറയുന്നുണ്ട്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-9 വാക്യത്തിലാണ്. അവിടെ കർത്താവ് ഒരു റോമൻ സോൾജറിനെ കുറിച്ചാണ് പറയുന്നത്, റോമൻ സെഞ്ചുറിനെ കുറിച്ച്. അവിടെ നമുക്കറിയാം ആ മനുഷ്യൻ, അതൊരു ശതാധിപൻ എന്ന് മലയാളം ബൈബിളിൽ പറയുന്നു. ആ മനുഷ്യൻ തൻ്റെ ദാസൻ രോഗിയായി കിടക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് വന്ന്, കർത്താവ് ആ മനുഷ്യൻ്റെ വിശ്വാസം കാണുമ്പോൾ കർത്താവ്, പക്ഷെ ആ മനുഷ്യനോട് ഡയറക്റ്റ് അല്ല പറയുന്നത്, തിരിഞ്ഞ് നിന്നിട്ട് ജനത്തോട്, കർത്താവിനെ ഫോളോ ചെയ്യുന്ന ജനത്തോട് പറയാണ്, ഈ മനുഷ്യൻ്റെ വിശ്വാസം പോലെ വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ എങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ കർത്താവ് ഒരു വ്യക്തിയുടെ വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്നത് ഈ 2 വ്യക്തികളെ കുറിച്ചാണ്. പക്ഷേ ഇവർ 2 പേരുടെയും പ്രത്യേകത എന്താണെന്ന് ശ്രദ്ധിച്ചോ? ഇവർ 2 പേരും യഹൂദരല്ലായിരുന്നു. ആ സ്ത്രീ ഒരു സൈറോഫോയിനിക്ക സ്ത്രീ, ആ മനുഷ്യൻ ഒരു റോമൻ പട്ടാളക്കാരൻ, ഒരു റോമൻ ശതാധിപൻ, ഒരു യഹൂദനല്ല. അതങ്ങനെ എടുത്തു പറയാൻ കാരണം, ഇവർ 2 പേരും യഹൂദരല്ലാത്തപ്പോൾ അവർക്ക് കർത്താവിനെ കുറിച്ച് മോശയുടെ ന്യായപ്രമാണം പ്രകാരമുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല, പ്രവചനങ്ങളൊന്നും അറിയത്തില്ല, മശിഹ ആരായിരിക്കും, എങ്ങനായിരിക്കും ഒന്നും അറിയത്തില്ല. അവർ കേട്ട് പരിചയമുള്ളൂ, യഹൂദന്മാരുടെ മശിഹ വന്നിരിക്കുന്നു, സൗഖ്യം തരുന്നവൻ വന്നിരിക്കുന്നു, വിടുതൽ നൽകുന്നവൻ വന്നിരിക്കുന്നു. അവർ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. ഈ ബൈബിളിൽ വേറെ ഒരു കൂട്ടത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അവർ കാരണം കർത്താവ് ആശ്ചര്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതെവിടെയാണെന്നറിയോ? മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? കർത്താവ് അവരുടെ അവിശ്വാസം മൂലം, വിശ്വാസം മൂലമല്ല, അവിശ്വാസം മൂലം കർത്താവ് ആശ്ചര്യപ്പെട്ടു പോയി എന്ന് എഴുതിയിട്ടുണ്ട്. അവരാരാന്നറിയണ്ടേ? അതിന് 1-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന, കർത്താവ് സ്വന്തം ദേശത്തേക്ക്, സ്വന്തം നാട്ടിലേക്ക് കടന്നുപോയി. കർത്താവിൻ്റെ സ്വന്തം നാട്ടുകാർ, സ്വന്തം വീട്ടുകാർ, സ്വന്തം അയൽവക്കക്കാർ, അവരാണ് കർത്താവിനെ വിശ്വസിക്കാഞ്ഞത്. കാരണം എന്തെന്നറിയോ? അവർ തന്നെ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ
ആ 2, 3, 4 ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ, അതിൻ്റെ 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയാണ്, ഓ ഇവൻ ആ തച്ചനല്ലയോ, നമുക്കറിയാവുന്ന ആ തച്ചൻ. അതായത് അവർ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവൻ ഉണ്ടാക്കിയ മേശയും കസരയും ഒക്കെ നമ്മുടെ വീട്ടിൽ എത്ര എണ്ണം കിടപ്പുണ്ട്, ഇവനാണോ ഈ ഈ ഈ വലിയ പ്രസംഗം പ്രസംഗിക്കുന്നത്, ഇവൻ എവിടുന്ന് കിട്ടി ഈ അധികാരം, ഇവൻ എവിടുന്ന് കിട്ടി ഈ ഒരു വലിയ യുനോ ആ അതോറിറ്റി, ആ ഒരു ആ വിസ്റ്റം, അവിടെ പറയുന്ന അവൻ്റെ വിസ്റ്റം കണ്ടിട്ട്, അവൻ്റെ ആ ജ്ഞാനം, ഈ ജ്ഞാനമൊക്കെ എവിടുന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇവൻ്റെ അപ്പനെയും അമ്മയും നമുക്കറിയാം, ഇവൻ്റെ മാതാവിനെ അറിയാം, ഇവൻ്റെ സഹോദരങ്ങളെ അറിയാം, ഇവൻ്റെ സഹോദരിമാരെ അറിയാം. ചെറുപ്പം തൊട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ കൂടെ സൺഡേ സ്കൂളിൽ പഠിച്ചോണ്ടാ, ഞാൻ ഇവനെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടാ, എൻ്റെ കൊച്ചിൻ്റെ കൂടെ സ്കൂളിൽ പോയോനാ, എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഇവിടെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ട് ഓടി നടന്ന് കളിച്ചവൻ, അവനാണോ ഇന്നിപ്പം വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുന്നത്. ആ ഒരു അതേ ഒരു വാക്കുകൾ ആണ് അവരവിടെ പറയുന്നത്. എന്നിട്ട് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, they got offended by his wisdom, his authority. കർത്താവിൻ്റെ ആ അധികാരവും ആ ജ്ഞാനവും ആ പഠിപ്പിക്കുന്നതിൻ്റെ ആ സ്റ്റൈലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അവരെക്കുറിച്ച് പറയുന്ന അവർ ഇടറിപ്പോയി എന്ന് പറയുന്നു. അവർ ഒഫൻഡഡ് ആയിപ്പോയി. അത് കാരണം കർത്താവ് അവരുടെ അവിശ്വാസം മൂലം കർത്താവ് ആശ്ചര്യപ്പെട്ടു പോയി. കർത്താവിന് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു. ഒരു അത്ഭുതങ്ങളും അവരുടെ മധ്യത്തിൽ ചെയ്യാൻ സാധിച്ചില്ല. ശരിയല്ല ദൈവമക്കളെ, നമ്മളുടെയും പ്രശ്നം ഇതല്ലേ. നമ്മൾക്ക് ഒത്തിരി നോളജ് ഉണ്ട് അല്ലേ. നമുക്ക് ബൈബിൾ മുഴുവനും അറിയാം, നമുക്ക് തിയോളജി അറിയാം, നമുക്ക് ചർച്ച് ഹിസ്റ്ററി അറിയാം, നമുക്ക് കർത്താവിനെക്കുറിച്ച് എല്ലാം അറിയാം, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിയാം, പിതാവാം ദൈവത്തെക്കുറിച്ച് അറിയാം. നമുക്ക് എന്താ അറിയാൻ മേലാത്തെ? അത് കാരണം, ഈ ഹെഡ് നോളജ് കാരണം വരുന്നൊരു പ്രശ്നമുണ്ട്. നമ്മുടെ മധ്യത്തിൽ മാത്രം കർത്താവിന് ഒരു അത്ഭുതം ചെയ്യാൻ പറ്റാതെ പോകുന്നു, കർത്താവിന് ഒരു വിടുതൽ ചെയ്യാൻ പറ്റാതെ പോകുന്നു. പുതിയതായിട്ട് വിശ്വാസത്തിൽ മറ്റ് മതങ്ങളിൽ നിന്ന് കടന്നു വന്നവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവർക്ക് ആഴമായ വിശ്വാസം, അവരുടെ മധ്യത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളൊക്കെയാണ് നടക്കുന്നത്. പക്ഷെങ്കിൽ വർഷങ്ങളായിട്ട് കർത്താവിനെ അറിയാവുന്നവരുടെ വീട്ടിൽ മാത്രം ഒരു വ്യത്യാസവുമില്ല, അല്ലയോ. ഈ സൈറോഫോനിക്ക സ്ത്രീ, അവളുടെ വീട്ടിൽ ഒരു വിടുതൽ നടന്നു. റോമൻ പട്ടാളക്കാരൻ, അവൻ്റെ വീട്ടിൽ ഒരു വിടുതൽ നടന്നു. പക്ഷെ കർത്താവിനെ പണ്ട് മുതലേ അറിയാവുന്നവരുടെ ആരുടെയും വീട്ടിൽ ഒരു ചേഞ്ചും വന്നില്ല, ഒരു വിടുതലും നടന്നില്ല. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഹെഡ് നോളജൊക്കെ വിട്ടിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ നമുക്കൊന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? അന്നത്തെ അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന അതേ പ്രവൃത്തികൾ ഇന്നും സഭകളിൽ നടക്കും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ, അങ്ങനെ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിൻ്റെ കയ്യിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ, ദൈവം ഇന്നും നമ്മുടെ മധ്യത്തിൽ എഴുന്നേക്കും, ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതിനായിട്ട് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു.